ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ബ്രോമാൻസ്, ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ്, തല്ലുമാല, അഞ്ചാം പാതിര എന്നിവയുടെ പ്രൊഡക്ഷൻ ഹൗസ്. അതുപോലെ തന്നെ അരുൺ ഡി ജോസിൻ്റെ സംവിധാനം. അരുൺ ഡി ജോസ്, ജോ ആൻഡ് ജോ, 18+, ജേർണി ഓഫ് ലവ് 18+ൻ്റെ സംവിധായകനാണ്. മാത്യു തോമസ്, ശ്യാം മോഹൻ, നമ്മുടെ അമൽ ഡേവിസ്, സംഗീത് പ്രതാപ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫൺ പടമാണ്, ഒരു മസാല പടമാണ്. ഹരിഹരസുധൻ എന്ന കഥാപാത്രമാണ് നമ്മുടെ സംഗീത് പ്രതാപ് അവതരിപ്പിക്കുന്നത്. ഷിൻറ്റോയും ബിൻറ്റോയുമാണ്, ചേട്ടനും അനിയനുമാണ് നമ്മുടെ മാത്യു തോമസും, പിന്നെ ശ്യാം മോഹൻ ചേട്ടൻ, മാത്യു തോമസ് അനിയൻ, ഷിൻറ്റോയും ബിൻറ്റോയും. ഷിൻറ്റോയെ കാണാതാവുന്നതാണ് കഥയുടെ പ്രധാനപ്പെട്ട തീം. അപ്പം ചേട്ടനെ അന്വേഷിച്ചിറങ്ങുന്ന ബിൻറ്റോയും കൂട്ടരും. കലാഭവൻ ഷാജോണും കൊറിയർ ബാബുവെ അഭിനയിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ഒരു രസമുള്ള പടമാണ്. അങ്ങനെ വലിയ സംഭവമൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു നേരം പോക്കായിട്ട് ചുമ്മാ ഒരു രസത്തിന് കാണാൻ പറ്റുന്ന ഒരു മസാല പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചമ്മൻ ചാക്കോയുടെ എഡിറ്റിംഗ്, ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്, പാട്ടുകൾ വലിയ കുഴപ്പമില്ല. മൊത്തത്തിലൊരു പെപ്പി സോങ്സൊക്കെ ഉണ്ട്, രസമാണ്. ഈ പടത്തിൽ മഹിമ നമ്പ്യാർ എല്ലാ പടത്തിലുള്ള കണക്ക് തന്നെ തോന്നി. അർജുൻ അശോകനും ഓൾമോസ്റ്റ് വളരെ വളരെ മോശമല്ലെങ്കിലും എല്ലാ പടത്തിലും ഏകദേശം ഒരേപോലെയൊക്കെ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ. മാത്യു തോമസ് അങ്ങനെയല്ല. മാത്യു തോമസ് റിഫ്രഷിംഗ് ആയിരുന്നു, കൊള്ളായിരുന്നു. മാത്യു തോമസിൻ്റെ ബിൻറ്റോ എന്ന ക്യാരക്ടറും വളരെ രസകരമാണ്. വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പയ്യനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. രസകരമായിട്ട് മാത്യു തോമസ് ചെയ്തിട്ടുമുണ്ട്. ഞാനിന്ന് പടം കാണാൻ ചെല്ലുമ്പോൾ ഞാൻ ഇന്ന് ആദ്യം ഒരു പടം കണ്ടത് പൈങ്കിളിയായിരുന്നു. അതിന് ശേഷം കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രൊമാൻസ് കാണുന്നത്. ഇന്ന് ഞാൻ 2 പടങ്ങളും കാണാൻ ശ്രമിച്ചായിരുന്നു. അപ്പം ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് വീട്ടിലൊക്കെ പോയി തിരിച്ചു വന്നിട്ടാണ് ബ്രൊമാൻസ് കാണുന്നത്. പക്ഷേ ഇതാണെങ്കിൽ വേറൊരു കുടുംബം ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഈ എന്നെപ്പോലെ തന്നെ ആദ്യം പൈങ്കിളിക്ക് ഉണ്ടായിരുന്നു, അതിനുശേഷം കുറേ കഴിഞ്ഞിട്ടുള്ള ഷോയ്ക്ക് റൊമാൻസിനും ഉണ്ടായിരുന്നു. ഒരു സന്തോഷം തോന്നി അവരെ കണ്ടപ്പോൾ. കാരണം ഇങ്ങനത്തെ സിനി ഫെയർസിനെ കാണാൻ പറ്റുന്ന രസമാണ്. ഞാനാണെങ്കിൽ ഇടയ്ക്ക് വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നതാണ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ. ഇവരാണെങ്കിൽ എനിക്കൊന്ന് മോളത്തിന് ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാത്തിരുന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു റൊമാൻസും കാണാൻ വന്നത്. ഞാനോട് സംസാരിച്ചു, രസകരമായൊരു കാര്യമായിട്ട് തോന്നി, ജസ്റ്റ് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. റൊമാൻസ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ രസിക്കാനും ചിരിക്കാനൊക്കെ ഒരു വകയുണ്ട്. കൂടുതൽ അമിത പ്രതീക്ഷകളുടെ ഭാരമൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ രസകരമായിട്ട് കണ്ടാസ്വദിക്കാൻ പറ്റുന്ന പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നും പറഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായ പടമോ അങ്ങനെയൊന്നുമല്ല, ഒരു മസാല ഫൺ. ഐ എം ഗോയിങ് വിത്ത് 3 out of 5 for Bromance. Thanks for watching.